വലിച്ചെറിയത് ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തുകയാണ് തൃശൂർ സ്വദേശിയായ അഭിനവ്. 8ാം വയസ്സ് മുതൽ തുടങ്ങിയ പരീക്ഷണങ്ങളിലൂടെ നിരവധി കണ്ടുപിടുത്തങ്ങളാണ് ഇതിനോടകം ഈ കൊച്ചുമിടുക്കൻ നടത്തിയിട്ടുള്ളത്. വിവിധ തരം അലാം സിസ്റ്റങ്ങളും റോബോട്ടുകളും എനർജി ജനറേറ്ററുകളുമെല്ലാം ഇതിൽ ചിലത് മാത്രം. ഞാനത് ശാസ്ത്രമേളയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താ വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു കാറ് പോകുമ്പോൾ ആ കാറ് കൊണ്ട് എങ്ങനെ നമുക്കൊരു എനർജി ഉണ്ടാക്കാമെന്നാണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു കാറ് പോകുമ്പോൾ ആ കാറിന്റെ വിൻഡ് ഇതിന് മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊരു എനർജി നമുക്ക് ബിൽഡിംഗിലേക്ക് അവിടേക്ക് വരം കൊടുക്കാം. ഞാനിപ്പോ സ്ട്രീറ്റ് ലൈറ്റിലേക്കാണ് കൊടുക്കുന്നത്. ഞാൻ കാണിച്ചത് എങ്ങനെ ചെയ്യുന്നത്. ഇത് കൂടെ പോവാണ്. അപ്പൊ ഒരു കാറ് പോകുമ്പോൾ ആ വിൻഡ് ഇതിന് മുകളിൽ തട്ടിയിട്ട് ഈ സെൻസർ ഇപ്പൊ അതുകൊണ്ട് നമുക്ക് എനർജി ഉണ്ടാക്കും. ഇപ്പൊ ഇവിടെ കാറ് ചെറിയ കാറ് പോയി ഒന്ന് കാറ്റുണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു സെൻസറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വയസ്സിനുള്ളിൽ 100ഓളം കണ്ടുപിടുത്തങ്ങൾ. ഇവയെല്ലാം നിർമ്മിച്ചത് പാഴ് വസ്തുക്കൾ ഉപയോഗിച്ച്. കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്ന ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയത് തൃശൂർ കുന്തംകുളം സ്വദേശിയായ അഭിനവ് എന്ന കുട്ടി ശാസ്ത്രജ്ഞനാണ്. ഒരു പാട്ട് പാടുവോ? ഓ അതിനല്ല, ഇന്ന് പിടിച്ച ഒരു കിടിലൊസ്കി പാട്ട്. ക്രിക്കറ്റ് സ്കോർ കാണാം, ഇഷ്ടഗാനം കേൾക്കാം, മഴയും വെയിലും അറിയാം, സിനിമ ടിക്കറ്റ് എടുക്കാം, വഴികളെല്ലാം ചുറ്റാം, ഞാനുമുണ്ട് കൂടെ. 8 വയസ്സ് മുതലാണ് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് അഭിനവ് പരീക്ഷണങ്ങൾ തുടങ്ങിയത്. പാഴ്വസ്തുക്കളും കളിപ്പാട്ടങ്ങളും എല്ലാം ഉപയോഗിച്ചു തുടങ്ങിയ ഈ പരീക്ഷണങ്ങളിലൂടെ ഇതിനോടകം ഒട്ടേറെ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ഈ കൊച്ചുമിടുക്കന് സാധിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1ാം ക്ലാസ്സിലും അങ്ങോട്ട് പഠിക്കുമ്പോൾ ഞാൻ ശാസ്ത്രമേളയ്ക്ക് പോയി. അപ്പോൾ ശാസ്ത്രമേളയ്ക്ക് പോയപ്പോൾ ഞാൻ അവിടെ ചെറിയൊരു വീട് പോലത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ കുട്ടികൾ ഓരോന്ന് ഉണ്ടാക്കി കണ്ടപ്പോൾ പിന്നെ എനിക്ക് തോന്നി അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കണമെന്ന്. എനിക്ക് വലിയ ആൾക്കാർക്ക് ഉപകാരം വരുന്നുണ്ടാക്കണമെന്നുണ്ടായി തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയത്. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനത്തിലും മുന്നിലാണെങ്കിലും അഭിനവ് കൂടുതൽ സമയവും ചിലവിടുന്നത് തന്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയാണ്. വളർന്നു വരുമ്പോൾ ശാസ്ത്രജ്ഞനാകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ 11 വയസ്സുകാരൻ നിരവധി പുരസ്കാരങ്ങളും റെക്കോർഡുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. കുന്തംകുളം ബദനി സെന്റ് ജോൺ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിനവിന് മാതാപിതാക്കളായ അഞ്ജുവും രാജേഷുമാണ് പിന്തുണയും പ്രോത്സാഹനങ്ങളുമായി എപ്പോഴും കൂടെയുള്ളത്. ന്യൂസ് മലയാളം, തൃശൂർ.